ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 4 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, KCBയുടെ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെ സോളാർ ബിൽ ഡൗൺലോഡ് ചെയ്യാം. 2, എൻ്റെ ഫസ്റ്റ് സോളാർ ബിൽ. 8 ദിവസത്തേക്ക് KCB എന്തൊക്കെ ചാർജസ് ആണ് ഈടാക്കിയെന്ന് നോക്കാം. 3, 2 വർഷമായുള്ള ഒരു എക്സിസ്റ്റിംഗ് സോളാർ കസ്റ്റമറിന് ഈ ഏപ്രിൽ മാസത്തെ ബില്ലിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 4, KCB ബില്ല് കുറക്കാനുള്ള ചില പൊടിക്കൈകൾ. എന്നാ പിന്നെ തുടങ്ങാം അല്ലേ? സോളാർ ബിൽ ഡൗൺലോഡ് ചെയ്യാനായി ആദ്യം നിങ്ങൾ ബ്രൗസറിൽ KCB.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആ വെബ്സൈറ്റിന്റെ ഏകദേശം ഇവിടെ വിസിറ്റ് കസ്റ്റമർ പോർട്ടൽ എന്ന ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ പോർട്ടൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ യൂസർ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ KCBയുടെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ലാസ്റ്റ് KCB ബില്ലിന്റെ അവസാനത്തെ 5 നമ്പേഴ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂസർ ഐഡിയും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടൈറ്റിൽ എന്താണെന്ന് സൂട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. ഇവിടെ ഇമെയിൽ അഡ്രസ്സും ഇവിടെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ടു രജിസ്റ്റർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമെയിൽ അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് KCB അയക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് വെരിഫൈ ആക്കേണ്ടതാണ്. രണ്ടാമത്, ഇവിടെയുള്ള ഈ മൊബൈൽ നമ്പർ കൊടുക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP വരും, അതും വെരിഫൈ ചെയ്യേണ്ടതാണ്. ഈ 2 പ്രോസസ്സും കഴിഞ്ഞാൽ മാത്രമേ KCBയുടെ വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. KCBയുടെ വെബ്സൈറ്റിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയുള്ള വിൻഡോ ആണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ നമ്മുടെ കൺസ്യൂമർ നമ്പർ കാണാം, ഡ്യൂ എമൗണ്ട് കാണാം, പേയബിൾ എമൗണ്ടും കാണാം. ഇവിടെ ഒരു എക്സ്പാൻഡ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽ നമ്പറും ബിൽ എമൗണ്ടും കാണുന്നതാണ്. നിങ്ങൾ ആ കറസ്പോണ്ടിങ് ബിൽ നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF ഫോർമാറ്റിൽ ഡീറ്റെയിൽഡ് ആയ ഒരു ബില്ല് നിങ്ങളുടെ PC-യിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. PDF ഫോർമാറ്റിലുള്ള ഈ ബില്ല് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ കാണാം, ഫോൺ നമ്പർ കാണാം, അഡ്രസ്സും കാണാവുന്നതാണ്. എൻ്റെ ഈ ബില്ല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 25 ഏപ്രിൽ 2024 അന്നത്തെ ദിവസമാണ് എൻ്റെ സോളാർ മീറ്റർ ഇൻസ്റ്റാൾ ആക്കിയത്. പിന്നെ 2-ാം തീയതി മെയ് ആണ് KCB ഓഫീസർ വന്നിട്ട് മീറ്റർ റീഡിംഗ് എടുത്തത്. ഈ ബില്ലിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഇമ്പോർട്ടും എക്സ്പോർട്ടും. എന്താണ് ഈ ഇമ്പോർട്ട്? രാത്രി കാലങ്ങളിൽ സോളാർ ഇല്ലാത്ത സമയത്ത് KCBയിൽ നിന്ന് എത്ര യൂണിറ്റ് ആണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത്, ആ റീഡിംഗ് ആണ് ഇമ്പോർട്ട്. എൻ്റെ ഇനീഷ്യൽ റീഡിംഗ് 0 ആണ്, കാരണം ഞാൻ ഒരു പുതിയ കസ്റ്റമറാണ്. ഫൈനൽ റീഡിംഗ് 57 ആണ്. അതായത് 2-ാം തീയതി റീഡിംഗ് എടുക്കുമ്പോൾ എൻ്റെ 57 യൂണിറ്റ് ആണ് ഞാൻ KCBയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. പിന്നെയുള്ളതാണ് എക്സ്പോർട്ട്. പകൽ സമയത്ത് സോളാർ ഉണ്ടാക്കുന്ന എനർജി അത് നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം എത്രയാണുള്ളത് അത് KCBയിലേക്ക് കൊടുക്കുന്നതാണ്. ആ വാല്യൂ ആണ് എക്സ്പോർട്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 159 യൂണിറ്റ്സ് ആണ് 8 ദിവസങ്ങളിൽ ഞാൻ KCBക്ക് കൊടുത്തിട്ടുള്ളത്. ഈ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് നെറ്റ് റീഡിംഗ്. എൻ്റെ കേസിലാണെങ്കിൽ 102 യൂണിറ്റ് ആണ് ഞാൻ KCBക്ക് അധികമായി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബില്ലിൽ
ഈ സൈഡിൽ കാണുന്നതാണ് സോളാർ ജനറേഷൻ. 192 യൂണിറ്റ്സ് ആണ് ടോട്ടലായിട്ട് 8 ദിവസത്തിനുള്ളിൽ സോളാർ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 159 യൂണിറ്റ് മാത്രമേ നമ്മൾ KSEBക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള യൂണിറ്റ് എൻ്റെ വീടിൻ്റെ ആവശ്യത്തിനായി പകൽ സമയത്ത് ഞാൻ തന്നെ ഉപയോഗിച്ചു. രണ്ട് യൂണിറ്റ് KSEB കൊടുത്തപ്പോൾ KSEB എന്തൊക്കെ ചാർജസ് ആണ്, ബേസിക് ചാർജസ് ആണ് നമുക്ക് ബില്ലായി തന്നെന്ന് നോക്കാം. ഇവിടെ ഫിക്സഡ് ചാർജസ് ആയി 65 രൂപയും മീറ്റർ രണ്ടായി 30 രൂപയും സോളാർ സെൽഫ് ജനറേഷൻ ചാർജായി 28 രൂപ 80 പൈസയും എല്ലാം കൂടി 129 രൂപയാണ് KSEB ബില്ലായിട്ട് തന്നിരിക്കുന്നത്. അതുകൂടാതെ പഴയ ബില്ല് ഞാൻ കുറച്ച് അടക്കാനുണ്ട്. അത് 2085 രൂപ എറിയേഴ്സ് ആയിട്ടും ടോട്ടൽ നെറ്റ് പേയബിൾ 2214 രൂപയുമായി കാണാവുന്നതാണ്. ഇനി പിന്നെയും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് കാണാം. അതായത് ഏപ്രിൽ മാസത്തിൽ എത്ര യൂണിറ്റ് നിങ്ങൾ KSEBിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു, എത്ര യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തു, ബാക്കി എത്ര. അത് ബാങ്ക് ഓപ്പണിംഗ് 0 ആണ്. ബാങ്ക് ക്ലോസ് ചെയ്യുമ്പോൾ 102 യൂണിറ്റ് എൻ്റെ അക്കൗണ്ടിൽ ആഡ് ആക്കിയിട്ടാണ് ബാങ്ക് ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ കാണാം മാർച്ച് മാസം എനിക്ക് സോളാർ കണക്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാ റീഡിങ്ങും 00 ആണ്. ഏപ്രിൽ മാസത്തിൽ ഇമ്പോർട്ട് വാല്യൂ 57ഉം എക്സ്പോർട്ട് വാല്യൂ 159ഉം ബാങ്ക് ക്ലോസ് ചെയ്യുന്നത് ബാലൻസ് 102ആണ്. സപ്പോസ് അടുത്ത മാസം മെയ് എൻ്റെ യൂട്ടിലൈസേഷൻ ഇമ്പോർട്ട് ഇവിടെ 200 ആണ്, എക്സ്പോർട്ട് വാല്യൂ 150ഉമാണ്. അപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസിൽ നിന്ന് 102ൽ നിന്ന് 50 KSEB കുറക്കുന്നതാണ്. കാരണം മെയ് മാസം ഞാൻ 50 യൂണിറ്റ് അധികം ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെയാണ് ഈ ബാങ്ക് ബാലൻസിന്റെ കൺസെപ്റ്റ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് 2 വർഷമായി KSEBയിൽ ഓൺ ഗ്രിഡ് സോളാർ കസ്റ്റമറുടെ ഏപ്രിൽ മാസത്തെ ബില്ലാണ്. ഇവർക്ക് ഇതുവരെയും സോളാറിന്റെ ഫിക്സഡ് ചാർജസ് അല്ലാതെ അതിൽ കൂടുതലൊന്നും KSEBക്ക് അടക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ KSEBയുടെ സോളാർ ബിൽ സൈക്കിൾ മാറ്റിയപ്പോൾ അത് ഈ കസ്റ്റമറെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്ന് കാണാം നമുക്ക്. ഇവിടെ ബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ 2024. മീറ്റർ റീഡിംഗ് എടുത്തിരിക്കുന്നത് 2 മെയ് 2024. ഇവിടെ ഇനീഷ്യൽ ഇമ്പോർട്ട് റീഡിംഗ് കാണാം, അതുപോലെ ഫൈനൽ ഇമ്പോർട്ട് റീഡിംഗ് കാണാം. ഇനീഷ്യൽ റീഡിംഗ് എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസത്തെ റീഡിംഗ് ആണ്. ഫൈനൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മെയ് 2-നുള്ള റീഡിംഗ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് ഇമ്പോർട്ട് വാല്യൂ 322ഉം അവരുടെ എക്സ്പോർട്ട് വാല്യൂ 250ഉമാണ്. അതായത് 72 യൂണിറ്റ് അവർ എക്സ്പോർട്ട് ചെയ്തതിനെക്കാട്ടി കൂടുതൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ സോളാർ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 392 യൂണിറ്റ് അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 250 യൂണിറ്റ് മാത്രമേ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഏകദേശം 142 യൂണിറ്റ് ഏപ്രിൽ മാസം ചൂടെല്ലാം കൂടുതലായതിനാൽ പകൽ സമയത്ത് തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ അതായത് 72 യൂണിറ്റ് KSEBിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്ട്രാ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ബില്ല് എന്തൊക്കെയാ ചാർജസ് നോക്കാം. ഫിക്സഡ് ചാർജസ് ആയി KSEB 230 രൂപയും എനർജി ചാർജസ് ആയി 72
യൂണിറ്റ്സിന് കണക്കായിട്ട് 251 രൂപയും ഫ്യൂവൽ ചാർജായി 6 രൂപയും ഓട്ടോ റിക്കവറിയായി 7 രൂപയും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആയി 25 രൂപയും മീറ്റർ രണ്ടായി 30 രൂപയും എനർജി ജനറേഷൻ സെൽഫ് ജനറേഷൻ ചാർജായി 58 രൂപയും ടോട്ടൽ 615 രൂപയാണ് സോളാർ ബില്ല് അവർക്ക് വന്നിരിക്കുന്നത്. അതായത് സോളാർ ഉണ്ടായിട്ടും കൂടി അവരുടെ യൂട്ടിലൈസേഷൻ 72 യൂണിറ്റ് അധികമായതുകൊണ്ട് അവർക്ക് വന്ന KSEB ബില്ല് 615 ആണ്. അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇമ്പോർട്ട് ചെയ്ത വാല്യൂ 322, എക്സ്പോർട്ട് ചെയ്ത വാല്യൂ 255, ബില്ല് കൺസ്യൂം ചെയ്തതായി കാണിക്കുന്നത് 72. ഇതാണ് കസ്റ്റമറുടെ കൺസപ്ഷൻ റിപ്പോർട്ട്. മാർച്ച് മാസത്തിൽ 284 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്തത് 340. ടോട്ടൽ ബാലൻസ് 328 അവരുടെ അക്കൗണ്ടിലുണ്ട്. ഏപ്രിൽ മാസത്തിൽ 328 ഇമ്പോർട്ട് ചെയ്തു. എക്സ്പോർട്ട് ചെയ്ത വാല്യൂ 250. കൺസപ്ഷൻ ആയിട്ട് 72 യൂണിറ്റ് ഉണ്ട്. പഴയ സെപ്റ്റംബർ ഒക്ടോബറിലെ ബില്ലിംഗ് സൈക്കിൾ ആയിരുന്നെങ്കിൽ ഇത് 328 ഈ 72 എന്ന ചാർജ് റെഡ്യൂസ് ആയേനെ. അതായത് കസ്റ്റമർക്ക് ഈ അവരുടെ ബാങ്ക് ബാലൻസിൽ നിന്ന് ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് യൂട്ടിലൈസേഷൻ കൂടുതലുള്ളതുകൊണ്ട് അത് അക്കൗണ്ടിൽ നിന്ന് അവരുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞിട്ട് വന്നേനെ. അവിടെയാണ് KSEB ബുദ്ധിപരമായിട്ട് ബില്ലിംഗ് സൈക്കിൾ മാറ്റിയത്. മാർച്ചിൽ ബില്ലിംഗ് സൈക്കിൾ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും. 0-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയാണോ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട സ്ഥിതിയാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ നല്ലവരായ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും സോളാറിൻ്റെ പ്രൊഡക്ഷൻ ചെക്ക് ചെയ്തിട്ട് അതിന് ആനുപാതികമായി ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ക്രമീകരിക്കുക. രണ്ടാമത് പറയാനുള്ളത്, കഴിയുന്നതും വാഷിംഗ് മെഷീൻ, മോട്ടോർ പമ്പ്, അയൺ ബോക്സ് എന്നിവയെല്ലാം പകൽ സമയത്ത് സോളാർ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ KSEBയുടെ കറണ്ട് ബില്ല് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സുമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.